ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ ലൈഫിൽ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ തന്നെ ഞാൻ കോൺകർ ചെയ്തതാണ്. ബട്ട് ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് അത് കോൺകർ ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്നെ കുറിച്ചൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെ എൻ്റെ ലൈഫ് ഞാനിങ്ങനെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഒരു മൂവി കഥയിൽ വെല്ലുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആട്ടോ എൻ്റെ ജീവിതത്തിൽ. എനിക്കിപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി കേട്ടോ. ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്. ഇപ്പോൾ ആദു ലവ്യ എല്ലാതാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ ഇപ്പോൾ ലൈഫിൽ. എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക പറഞ്ഞാൽ. കാരണം എന്നെ അച്ഛനമ്മയൊന്നും അങ്ങനെ വിട്ടിട്ടില്ല. പിന്നെ ഞാൻ പോയിട്ടുള്ളത് ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പിന്നെ ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പം ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഹെയറിൻ്റെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിട്ടാണ് പോകണം. അപ്പോൾ പോണ സമയത്ത് എനിക്ക് ഭയങ്കര കരച്ചിലും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്കിങ്ങനെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാനൊരു പുലിക്കുട്ടിയാണ് സത്യം പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെയൊക്കെ എനിക്കിങ്ങനെ എത്താൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ അച്ഛനമ്മ എപ്പോഴും ഞാൻ ഭയങ്കര പിന്നാക്കാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണു. എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആട്ടോ എന്നെ കുറിച്ചിട്ട്. എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളെ കുറിച്ച് പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ വേറെ എന്താ അച്ചീവ്മെൻ്റ് ആണ് ലൈഫിൽ വേണ്ടിയിരുന്നത് അല്ലേ. യൂഷ്വലി എല്ലാവർക്കും അവരെ കുറിച്ചിട്ട് തന്നെ മോശമാണ്. ലൈക്ക് എനിക്ക് എന്നെ കുറിച്ച് ഭയങ്കര അഭിമാനവും എനിക്ക് ഭയങ്കര പ്രൗഡും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പിന്നെ ഞാൻ എന്നെ നന്നായി സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ആരെയോ ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെയെന്ന് പറയും. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ആദുവിനും ലവ്വിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് അവർ എന്താ പറയുക, ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്രായത്തിൽ പിള്ളേരായിരുന്നൊക്കെ. ബട്ട് വൺസ് ലൈക്ക് ഇപ്പം എനിക്ക് അവരില്ലാണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് മോളിലേക്കാണ് തൃശ്ശൂരിൽ വന്നേക്കണേ. അപ്പം നൈക്കയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, നൈക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡ്സാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ടോണി ആൻഡ് ഗൈലാണ്. ഞാൻ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാട്ടോ വന്നിക്കണേ. ഇത് ലവ്വീനെ ഒരു 6 months പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇത് വന്നിട്ടുള്ളതായിരുന്നു. ബട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ അമല കേട്ടോ. അമലാണെങ്കിൽ നമ്മുടെ വീഡിയോഗ്രാഫർ. എനിക്കാണെങ്കിൽ മുന്നേ ടോണി ആൻഡ് ഗൈയുടെ ഒപ്പം ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഇവരൊക്കെ ഏകദേശം അറിയാം. പിന്നെ നമ്മുടെ ലീഷ്മ ചേച്ചി മുത്താട്ടോ. ചേച്ചീനാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ലവ്വീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തൊട്ട് എനിക്ക് അറിയുന്നതാണ്. ചേച്ചീനൊരു പ്രൊമോഷൻ വീഡിയോ നാച്ചുറൽസിൻ്റെ ലൈക്ക് അങ്ങനെ ചെയ്ത് ഞങ്ങൾ കമ്പനി ചെയ്താട്ടോ. പക്ഷെ ചേച്ചീനൊക്കെ ശരിക്കും നമ്മളെ സ്വന്തം ചേച്ചി എന്ന് പറയാം. ഇപ്പോൾ ലീഷ്മേച്ചി ആണെങ്കിലും ചേച്ചി ആണെങ്കിലും പിന്നെ എനിക്ക് കുക്കു ചേച്ചി ആണെങ്കിലും നമുക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കമ്പനിയായിട്ട് നമുക്ക് ഇപ്പോൾ പിള്ളേരുടെ കാര്യമാണെങ്കിലും എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. ലൈക്ക് ഇവരൊക്കെ ആയിട്ട് എനിക്ക് ലൈഫിൽ ചേച്ചിമാരെന്ന് പേഴ്സണലി തോന്നിക്കണേ. ബാക്കി ആരും ലൈക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ വിളിക്കല്ലാണ്ട് കാര്യമായിട്ട് പറയണം. നമുക്ക് ഇവരൊക്കെയാണ് സ്വന്തം ചേച്ചി സ്വന്തമാണെന്നൊക്കെ ഒരു ഫീൽ എന്നിട്ടോ. ലീഷ്മേച്ചിയുടെ കാര്യം ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കേട്ടോ ഞങ്ങൾ ബന്ധമുള്ള, അല്ലാണ്ട് പേഴ്സണലി ഞങ്ങൾ അങ്ങനെ സംസാരിക്കണമെന്നില്ല. വർക്ക് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ചേച്ചി ലൈക്ക് എൻഷുർ ചെയ്യും നമ്മൾ ഭയങ്കര സേഫായിട്ടാണോ കാര്യങ്ങൾ ചെയ്യണേ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലൈക്ക് അങ്ങനെ നമ്മൾക്കൊരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അതുപോലെ തന്നെ വേറെ കുറച്ച് സലൂണിൽ പോയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. മോശം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചേച്ചിമാരെന്ന് എനിക്ക് എടുത്ത് പറയുമ്പോൾ ഇപ്പോൾ ലീഷ്മേച്ചിനൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹെയർ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കും കേട്ടോ. ഉണക്കിയതിന് ശേഷം നമുക്കൊരു ക്രീം തേച്ച് തരും. ക്രീം തേച്ചതിന് ശേഷം നമ്മളൊരു 1 hour തലയിൽ നന്നായിട്ട് പരത്തി പിടിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് റാപ്പ് ചെയ്ത് തരും. അതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തലയിൽ മറ്റേ റാപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് മുടി ഉണക്കിയിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യും. പിന്നെ കഴുകും, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യും. ഒരു 5-6 മണിക്കൂറിൻ്റെ ഒരു പ്രോസസ്സാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ ആണെങ്കിൽ അത്ര ലെങ്ത് ഇല്ലാത്ത നമുക്ക് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലും ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാഷ് ചെയ്യലും ഇതാക്കലും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഒരു കുട്ടി മുടിയുണ്ട്, അതും കൊണ്ട് റെഡി ആക്കണം. ഇത് നമുക്കാണ് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാം. യാതൊരു വിധ രീതിയിൽ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ഇരിക്കണോ അതുപോലെ കേട്ടോ. നമുക്ക് ചില സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തായിരിക്കും. ഇവിടേക്ക് അങ്ങനെയൊന്നും ടെൻഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഹെയർ കളറിങ് ആണെങ്കിലും ഹെയർ കട്ട് ആണെങ്കിലും എല്ലാത്തിനാണെങ്കിലും എനിക്ക് കൂടുതൽ ഇവിടെ ഞാൻ 2 പ്രാവശ്യം ഹെയർ കളറിങ് ആണ് ചെയ്തിരിക്കുന്നത്.
ഒരു രക്ഷയില്ല, അടിപൊളി കളറാട്ടോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നാനോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഹെയർ ആണെങ്കിൽ കുറച്ച് കളറൊന്ന് മാറിയിട്ടുണ്ടോ. അമ്മ ചോദിച്ചു നീ ഹെയർ കളർ ചെയ്തോന്നു. ഹെയർ കളറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹെയറിൻ്റെ കളറ് ഒന്നും കൂടിയും എന്താ പറയുക ലൈറ്റർ ഷെയ്ഡാവും. എനിക്കിപ്പോൾ ആയിട്ടുള്ള ലൈറ്റർ ഷെയ്ഡൊക്കെ ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ടോൺ ഔട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മുടി തിന്നാവോ കാര്യങ്ങളോ അങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ ആഫ്റ്റർ കെയർ ചെയ്യണം. നല്ല സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ കാര്യങ്ങൾ. എനിക്ക് ഓൾറെഡി പിന്നെ ഹെയർ ഫോൾ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. നമുക്കിങ്ങനെ ഭയങ്കര ജഡായുവിൻ്റെ പോലെ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ നാച്ചുറൽ എൻ്റെ ഹെയർ തന്നെയാണ് ഇഷ്ടം. അതായത് ഭയങ്കര കേളിയല്ല, ഭയങ്കര സ്ട്രെയിറ്റും അല്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും അയച്ചിട്ട് പോകാം. വല്ല ഇവൻറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എപ്പോഴും എന്താ പറയുക വല്ല സലൂണിലൊക്കെ പോയിട്ട് ഹെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കിതുപോലെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര നല്ല രീതിയിലാണ് ഇവർ ചെയ്ത് തരുന്നത്. നമുക്ക് യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട്. കാരണം നമ്മളുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഭയങ്കര ലോ ഫേസ് എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും ഒരു ലോ ഫേസ് ഉണ്ടാവും, ഭയങ്കര ഹൈ ഫേസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പേഴ്സണലി എൻ്റെ ഭയങ്കര ലോ ഫേസ് ആയിരുന്നു. കാരണം എനിക്ക് പോസ്റ്റ് പാർട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഇപ്പോൾ 26 വയസ്സിലേക്ക് ഏറ്റവും വലിയ ഒരു ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോസ്റ്റ് പാർട്ടം തന്നെയായിരുന്നു. കാരണം പോസ്റ്റ് പാർട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക കുട്ടി ഉണ്ടായതിനു ശേഷം ഹോർമോൺ ലെവൽസും കാര്യങ്ങളും പിന്നെ വേറെ നമുക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയുന്നത് കണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടനാണെങ്കിൽ ഓർഡർ ചെയ്ത് തന്നെ പാവുണ്ട്. ആ ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ എനിക്കിഷ്ടമുള്ളത് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അതൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ബർഗർ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഒരു കോക്കാട്ടോ. പിന്നെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടൊരു മൂവിയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊക്കെ ഇങ്ങനെ പോസ്റ്റ് പാർട്ടം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ്. അപ്പോൾ നമ്മുടെ ഈ ലോ ഫേസിൽ നമ്മുടെ കൂടെ ഉള്ള ചിലപ്പോൾ നമ്മൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത ആൾക്കാരായിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. അതായത് ഇവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. ലൈക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടോ. ഞാനിങ്ങനെ ലോ ഫേസിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാൾക്കും ഞാൻ വലിയ ഉപകാരമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉപദ്രവം ചെയ്തിട്ടില്ല, ഉപകാരം ചെയ്തിട്ടില്ല. ബട്ട് അവരെന്ത് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ നിൽക്കണേന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവാറില്ല കേട്ടോ. ചിലവർ പറയും ഭയങ്കര പൂത്ത കാശ് കണ്ടിട്ടോ. ലൈക്ക് അങ്ങനെയൊന്നുമല്ല. മേ ബി എൻ്റെ ക്യാരക്ടർ ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നെ എന്താ പറയുക എനിക്ക് നല്ല മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം എന്നെ ഇൻസ്റ്റാഗ്രാം ഫാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും കൂടി എടുത്ത് നോക്കിയാലും FB ആണെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ ഈ ലോ ഫേസ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഇവരൊക്കെ മോളെ നീ അവരൊക്കെ എന്താ പറയുക ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞോളൂ, നീ മനസ്സിലാക്കി തരാനുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ല ലോ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഒന്നുമില്ല. ലൈക്ക് നമ്മൾ ഭയങ്കര ഇങ്ങനെ മൈൻഡും മെൻ്റൽ സ്ട്രഗിളും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് വയ്ക്കുക. കാരണം നമ്മളൊന്നുമില്ലായ്മയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒറ്റയ്ക്ക് വരാനുള്ള ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. ഇപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ അവിടെ മുകളിൽ പോയി ഞാൻ എൻ്റെ കാര്യം ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ അടിക്ക് പോയി നയിക്കെല്ലാം അവിടേക്ക് കയറുന്ന വെച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അപ്പം തന്നെ പോന്നു. കുട്ടികളും പിള്ളേരൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അവൾ എണീച്ചു എന്നാണ്. അപ്പോൾ അപ്പം തന്നെ ഞാൻ ക്യാബ് വിളിച്ച് വന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തപ്പോഴും എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ലായിരുന്നു. നല്ല ഇഷ്ടമാണ് തോന്നിയത്. നമുക്ക് കുറേ ടൈമും പിന്നെ പിള്ളേർ ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് അവരുടെ കാര്യം മാത്രമേ ടെൻഷൻ. ലൈക്ക് നേരത്തിന് എത്താൻ പറ്റുമോ കാര്യം ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ടെൻഷനില്ല. നമ്മൾ ശരിക്കും നല്ല ലൈഫൊക്കെ ശരിക്കും എനിക്കിപ്പോൾ സെറ്റായിട്ടോ. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പേടിയില്ല. ഒറ്റയ്ക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഞാൻ പോവാം. പക്ഷേ എനിക്ക് പിള്ളേരുടെ കാര്യം ടെൻഷനാവും കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം എന്നോട് ബാക്കിലേക്ക് ഇടണം. കാരണം എല്ലാം കൂടി ഫ്രണ്ടിലേക്ക് ഇട്ടോ. കാരണം എനിക്ക് അധികം ഭയങ്കര തിക്കൊന്നുമല്ലല്ലോ ഹെയർ. അപ്പോൾ എല്ലാം ഫ്രണ്ടിൽ കൂടെ. പിന്നെ ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങൾ അവിടെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഇതാണ് അപ്പോൾ എൻ്റെ ഹെയർ ഇരിക്കണേ 2-3 വാഷ് കഴിയുമ്പോഴേക്കും സെറ്റ് ആവട്ടെ. ഇതാണ് ശരിക്കും മേക്കപ്പ് ഒട്ടും
ഒരു മേക്കപ്പ് പോലും ഇല്ലാത്ത എൻ്റെ പിമ്പിൾസും പാടുകളൊക്കെ ഉള്ള ഫേസ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ടാണ് ജസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്, ഇത് നമ്മുടെ നൈക്കയുടെ ചായ ലിപ്സ്റ്റിക്കാണ്. അതൊക്കെ ഇട്ടു നോക്കി, ലൈക്ക് ഷൂട്ട് ചെയ്യണക്കാട് മുന്നേ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു. ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള യൂട്യൂബേഴ്സും FB ഫാൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫാൻസും ഉണ്ട് കേട്ടോ. എല്ലാവരോടും ഭയങ്കര താങ്ക്സ്, നന്ദി, എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക കേട്ടോ.